ഇതാണ് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്ന F&E സൗണ്ട് ബാർ. ഇതിൻ്റെ ഇഷ്യൂ എന്താ വെച്ചാൽ ചാർജർ പോർട്ട് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു ചാർജർ പോർട്ട് ആഡ് ചെയ്യണം. ആദ്യം തന്നെ പുതിയ ചാർജർ പോർട്ട് പിടിപ്പിക്കാനുള്ള ഹോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചാർജിംഗ് പോർട്ടിലിരുന്ന ബോർഡിൽ ഒരു LED പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് അവസാന നിമിഷം പാളിപ്പോയി. പിന്നീട് അതിലേക്കുള്ള 2 എക്സ്ട്രാ വയർ എടുത്തിട്ടാണ് പുതിയ USB പോർട്ട് കണക്ട് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ കൺട്രോൾ ബട്ടണുകൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വയർ ഇളകിപ്പോയതുകൊണ്ട് അതും ഇതിൻ്റെ കൂടെ പിടിപ്പിക്കുകയാണ്. മീറ്ററെല്ലാം വെച്ച് ചെക്ക് ചെയ്ത് രണ്ടാമത് റീവെരിഫൈ ചെയ്താണ്. ഇളകിപ്പോയ ഒരു സ്പീക്കറിൻ്റെ വയർ ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ കൂടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ ഇത് അടച്ചു പൂട്ടാനാണ് ഇത്രയും പാടുപെട്ടത്. ഇതിനകത്തുള്ള വയറിങ് ഒരുപാട് നാൾ തുറന്നിരുന്നത് കാരണം അത് ഇരുന്നൊരു ഷേപ്പ് പോയി. അപ്പോൾ അത് കുത്തി നിറച്ച് എങ്ങനെയൊക്കെയോ അടച്ചു കൂട്ടിയാണ് ചെയ്തത്. ഇനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്.